ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് അങ്ങനെ നമുക്ക് പറയാം കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുക. നാളെ സംക്രാന്തിയാണ്, അതായത് കർക്കിടക 1. അപ്പോൾ ഇന്ന് നമ്മൾ വീടെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയൊക്കെ എല്ലാം വെച്ച്, നാളെ സംക്രാന്തി രാമായണ മാസം തുടക്കമാണല്ലോ. അപ്പോൾ നമ്മളിന്ന് തലേദിവസം അതൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് നൈറ്റ് ഈ മറ്റേ ചേട്ട കളയും. പാലക്കാട് സൈഡ് കളയും, വേറെയുള്ള സൈഡ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും ചിലവരൊക്കെ. അപ്പോൾ ചേട്ട കളയും. നമ്മൾ ഈ വൃത്തിയാക്കിയതൊക്കെ അതിൻ്റെ വേസ്റ്റും എല്ലാം കൂടി എടുത്തങ്ങോട്ട് ചേട്ടയുടെ കളയും. എന്നിട്ട് നല്ല എന്താ പറയുക, ചേട്ട പോയിട്ട് ശുഭോദയ പറയും, അതായത് ചീത്ത പോയിട്ട് നല്ലത് വാ, അങ്ങനെ പറയും. അപ്പോൾ ഇന്ന് അത് രാത്രി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫുൾ ക്ലീനിങ് ആണ്, എല്ലാവരും അടിച്ച് തുടച്ച് വൃത്തിയാക്കി മാറലെല്ലാം തട്ടി അങ്ങനെ ഫുൾ ക്ലീനിങ് ആണ്. പിന്നെ രാമായണ മാസം നാളെ ആരംഭമാണല്ലോ, 1-ാം തീയതി. പക്ഷേ ഞങ്ങൾ അതിലൊരു ഇതുണ്ട് കേട്ടോ, ഞങ്ങൾ രാമായണ മാസം 1-ാം തീയതി ചിക്കൻ കഴിക്കും. ഞങ്ങൾക്ക് കർക്കിടക 1-ന് ഞങ്ങൾക്ക് സംക്രാന്തിക്ക് ഞങ്ങൾ ചിക്കനും ദോശയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. ചിലരൊന്നും ചെയ്യില്ല, രാമായണ മാസം 30 ദിവസം ചിലർ വെജിറ്റേറിയൻ ആയിരിക്കും, വെജ് ആയിരിക്കും കഴിക്കുക, നോൺ വെജ് കഴിക്കില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കും. അതിൽ മാത്രം ഞങ്ങൾ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അത് പൊതുവേ ഈ പാലക്കാട് സൈഡ് അങ്ങനെ, ഞങ്ങളുടെ ഈ സൈഡൊക്കെ അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് 1-ാം തീയതി നമ്മൾ ചിക്കൻ വെച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പാട്ടായിട്ട് കാണാം. സ്കിപ്പ് ചെയ്യണ്ടോ, നല്ല ലോങ് ആയിപ്പോയില്ല ഒരുപാട്. അപ്പോൾ മെയിനായിട്ടുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലീനിങ്ങിലോട്ട് പോവാം. കുട്ടി നമ്മുടെ സ്വത്തെവിടെ, അവിടെ കുഞ്ഞു പെണ്ണെവിടെ, പാവുമാരിയാ ചൂചി വെച്ചതൊക്കെ മാറിയ കള്ളി. ചേച്ചി ഒന്ന് ചിച്ചിരി കള്ളി. അവൾ ഓക്കെയാണ് കേട്ടോ, സൂചി വെച്ചെല്ലാം ഓക്കെ, റെഡിയായി. പനിയൊന്നും വന്നില്ല കേട്ടോ, അവൾക്ക് പനിയൊന്നും വന്നില്ല, ആൾ ഓക്കെയാണ്. പിന്നെ കാലുവേദന അങ്ങനെ വലിയ സീനൊന്നുമില്ല, ആൾ ആക്റ്റീവാണ്. ടാറ്റ പറ. എവിടെ ടാറ്റ പോണ്? അച്ഛനും കൂടെ അമ്പലത്തിൽ പോവാ. എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി തന്നില്ലേ, അതിലൊക്കെ ചളിയാവില്ലേ? ഇത് 2-ാമത്തെ ഡ്രസ്സാണ്. ആദ്യം ഉടുപ്പിട്ടു, അവൾ കുറച്ച് നേരം ഇട്ടിട്ട് അവൾക്ക് വേണ്ട, അവൾക്ക് ടീഷർട്ടും ട്രൗസറും വേണം പറഞ്ഞു. ഇപ്പോൾ വീണ്ടും 2-ാമത്തെ ഡ്രസ്സാണ്. ഇനി മാറ്റാൻ പറയലേ ഇട്ടു. ഓക്കെ, മാമുണ്ണില്ല എന്തൊരനുസരണ. അച്ഛനോട് കേറ്, അവിടെ കേറ്. ചാവി ഇല്ലാണ്ട് അച്ഛൻ വണ്ടി കയറിയത്, ചാവി മറന്നത്ര അച്ഛൻ. കൊടുക്കച്ഛനെ, ഇത് കൊടുക്കടാ. എവിടെ അവള്? അടാ പോക്കറ്റിലുണ്ട് ഉണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല ആപ്പും ചട്നി കേട്ടോ. ഇന്ന് പണി ചെയ്തുകൊണ്ട് ഞാൻ എളുപ്പപ്പണി ആക്കി ചട്നി മാത്രമേ ആക്കിയുള്ളൂ, വേറൊന്നും ആക്കിയില്ല. ചമ്മന്തി ഇഷ്ടമൊന്നും ആക്കിയില്ല. പിന്നെ എനിക്ക് പൊതുവെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും സെറ്റിയിൽ ആ സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ കഴിക്കുക. എനിക്ക് സെറ്റിയിൽ ഇരുന്ന് കഴിച്ചാൽ എനിക്കൊരു സംതൃപ്തി ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് മടിയിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കാട്ട് ചെയ്യാറ്. എപ്പോഴും ടേബിളിലൊന്നും അങ്ങനെ ഇരിക്കാറില്ല. എപ്പോഴെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് മാത്രം അതിൻ്റെ മേലെ കയറിയിരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ ഈ സെറ്റിൽ ഈ സെയിം പ്ലേസിലിരുന്ന് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്കൊരിഷ്ടം. അങ്ങനെ ഇനിയിപ്പോൾ ആപ്പും
കഴിച്ച് കഴിഞ്ഞാൽ അപ്പം കഴിച്ച് കഴിഞ്ഞ് ഇനി വീണ്ടും ക്ലീനിങ്ങിലോട്ട് പോവാണ് കേട്ടോ. അപ്പം സൂപ്പറാട്ടോ. എന്താ അറിയില്ല, എനിക്കിവിടെ അപ്പം ഭയങ്കര ഇഷ്ടം കേട്ടോ. പൊട്ടാണ് അമ്പത്ത് പോയി വന്നാ അതെന്തത്? ശരി വരൂ. പൊട്ടെടുക്കണ്ട, നെറ്റിന്ന് എടുക്കണ്ട. അങ്ങനെ റൂമിലെ ജനലെല്ലാം തുറന്ന് അതിൻ്റെ വാറാലെല്ലാം തട്ടി ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വെച്ചു. മൊത്തം പൊടി പിടിച്ചിരിക്കുന്നു. അപ്പോൾ മൊത്തം ഇരുന്ന് ക്ലീനാക്കുകയാണ് ജനലുകളൊക്കെ. ഞാൻ ഉള്ളിൽ വൃത്തിയാക്കിയിട്ട് പുറത്ത് വൃത്തിയാക്കാൻ വേണ്ടി വന്ന ജനൽ എനിക്ക് എത്തണവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കും, അല്ലാത്തവിടെ രഞ്ജോട്ടിൻ്റെ അമ്മയും കൂടി വൃത്തിയാക്കും. പറ്റുന്നവിടെ ഞാൻ ചെയ്യും. കുറച്ചൊക്കെ വൃത്തിയാക്കി, അത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ മേലേക്ക് ചേർ വെച്ച് കയറാനൊന്നും എന്നെ കൊണ്ട് വയ്യാത്തതുകൊണ്ട് മരിങ്ങാപ്പൂളയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച്. അങ്ങനെ ഇപ്പം തന്നെ സമയം ഒരുപാടായി കേട്ടോ. പിന്നെ നിധി അവിടെ അമ്മമ്മയുടെ അടുത്തായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ റെഡിയായി നിന്നു. പിന്നെ നിത്തുവാണെങ്കിൽ ഫുൾ ഓട്ടമാണ്, പൊടി കൂടെ ഒരേ ഓട്ടം. അവളവിടെ പൊടിയിലിരിക്കുന്നു, എനിക്കാണെങ്കിൽ ഒരുപാട് ഈ പൊടി അടിച്ച് കഴിഞ്ഞ് ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ജലദോഷം വരും. എനിക്ക് പൊതുവെ ഇപ്പോൾ ജലദോഷം വന്നിട്ട് എൻ്റെ മൂക്ക് അടച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് ഇങ്ങനത്തെ സംസാരം. ഇന്നലത്തെ ക്ലീനിങ്ങിൽ എൻ്റെ മൂക്ക് അടച്ചു പോയി ഗായ്സ്. കണ്ടോ, ഞാൻ പറഞ്ഞ സമയം ഇപ്പം തന്നെ 11:20 ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വൃത്തിയാക്കൽ. അതിൻ്റെ ഇടയിൽ കൂടെ നിത്തുവാണെങ്കിൽ കുപ്പൻ്റെ ഇടയിൽ കൂടെ ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. അങ്ങനെ സെറ്റൊക്കെ പാർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാം ക്ലീനാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അടിയിലെല്ലാം നല്ല പൊടിയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 1 മണിയായിട്ടോ. പിന്നെ ഞാൻ ഫ്രഷായി ചോറെടുത്തു. നല്ല മീൻകറി, ഞാൻ വെച്ച മീൻകറി കേട്ടോ. നല്ല മീൻകറി, ചോറ്, പയറുപ്പേരി, നാരങ്ങ അച്ചാറ്. ഇത് രണ്ടും കൂടി കൂട്ടി കുറച്ച് പയറുപ്പേരി, കുറച്ച് മീനും, കുറച്ച് നാരങ്ങ അച്ചാറും കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചാൽ എൻ്റെ പൊന്നോ സ്വർഗം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് പറയില്ല, അടിപൊളിയാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ വെക്കുള്ളൂ കേട്ടോ, കൂടുതൽ അമ്മയാണ് വെക്കാറ് മീൻ കറിയൊക്കെ. പിന്നെ ഇന്ന് ഞാനാണ് വെച്ചത്, അമ്മയ്ക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നിധിയും ആ സമയത്ത് ഉറങ്ങിയിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ വെച്ചു കറി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വെച്ചതുകൊണ്ട് പുകഴ്ത്തി പറയാമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് നിത്തു ഉറങ്ങി കേട്ടോ. നിത്തു ഉറങ്ങി, അവളൊരു 1 മണിയായപ്പോൾ അവൾ കിടന്നുറങ്ങി. അവൾക്ക് എപ്പോഴും 1 മണിയാകുമ്പോൾ അവൾ കിടന്നുറങ്ങും, ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങും ഉച്ചയ്ക്ക്. അപ്പോൾ അവൾക്ക് തൊട്ടി നിർബന്ധമാണ്. രാത്രി വലിയ പ്രശ്നമില്ല, കൂടെ കിടക്കും, പക്ഷേ പകൽ തൊട്ടി വേണം. പിന്നെ നിധി റൂമിലാണ്. 2 തൊട്ടി റൂമിൽ കെട്ടാൻ സൗകര്യക്കുറവ് കാരണം നിത്തു അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. കാരണം ഇവളെ എണീച്ചാൽ അവൾ തെളിയും. അപ്പോൾ പിന്നെ നേരെ വേഗം അവൾ അപ്പുറത്തെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവൾ ആ റൂമിൽ ഉച്ചയ്ക്ക് കിടക്കും, നിധി ഇവിടെയും കിടക്കും. അപ്പോൾ 2 ആൾ കിടന്നുറക്കമാണ്. എനിക്കടിയിൽ നല്ല തലവേദന. അപ്പോൾ ഞാനും ഒന്ന് ചെറുതായിട്ട് കിടന്നുറങ്ങട്ടെ, എനിക്ക് തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് പോയിട്ട് ഉറങ്ങിയിട്ട് വരാം. അങ്ങനെ രാത്രിയായി, ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ 6 മണിയായി. അമ്മമ്മ വിളക്ക് വെച്ചു. അമ്മമ്മ വിളക്ക് വെച്ചിട്ട് സാമ്പ്രാണി എല്ലാവരുടെയും പുകയ്ക്കുക കേട്ടോ. എല്ലാവരുടെയും സാമ്പ്രാണിയൊക്കെ പുകച്ചു. നിധി ഉറങ്ങായിരുന്നു, അവൾ കിടന്നുറങ്ങായിരുന്നു. നിത്തു ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫോണിൽ വീഡിയോ കണ്ടിട്ടിരിക്കുകയാണ് അവൾ. രഞ്ജോട്ടനാണെങ്കിൽ പിന്നെ ഡെയിലി വണ്ടികളവിടെ, എപ്പോഴും വണ്ടി കഴുകിക്കൊണ്ടിരിക്കും. കാറ്, സ്കൂട്ടി, ബുള്ളറ്റ് എന്തെങ്കിലുമൊക്കെ കഴുകിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കണം, അല്ലെങ്കിൽ ടൈം പോണില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇരുന്ന് കഴിക്കും. അപ്പോൾ നമ്മളിതാ സംക്രാന്തി സ്പെഷ്യൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടോ. ഇനി നിത്തൂന് ഇട്ട് കൊടുക്കണം. ഏട്ടനിതാ ആപ്പിൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കങ്ങനെ മൈലാഞ്ചി ഇടാനൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു കുത്ത് ഇട്ടു. അങ്ങനെ നിത്തുവിന് മൈലാഞ്ചി ഇട്ടോണ്ട് നിത്തു കയ്യിലും കാലിലും എല്ലാവരും തേച്ച് മുഖത്തൊക്കെ തേച്ച് അലങ്കോലമാക്കി നിത്തു സൂപ്പറാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് കർക്കിടക 1 ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, വൃത്തിയാക്കിയ ക്ലീനിങ്ങും എല്ലാത്തിൻ്റെയും കൂടിയിട്ട്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.